പ്രധാന പോയിന്റുകൾ. സെറ്റിംഗ് ഒരു ചെറിയ ഫ്രഞ്ച് ഗ്രാമമായ ഗോഡർവില്ലിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ സാമൂഹികവും പൗരജീവിതവും ഗ്രാമീണരെയും അവിടുത്തെ ടാവേണിനെയും ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള മേയറിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത്. ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ. ഓഷക്കോം, ഓണസ്റ്റ് ഹാർഡ് വർക്കിംഗ് പെസന്റ്. ഓഷക്കോമാണ് കഥയുടെ പ്രധാന കഥാപാത്രം. അദ്ദേഹം സത്യസന്ധനാണ്, അധ്വാനിയായ ഒരു കർഷകനാണ്. മലാൻഡെയിൻ, ഈ കഥയിലെ നെഗറ്റീവ് ക്യാരക്ടറാണ് മലാൻഡെയിൻ. ഓഷക്കോമിനെതിരെ ഒരു കുറ്റം ആരോപിക്കുകയാണ് മലാൻഡെയിൻ ഈ കഥയിൽ ചെയ്യുന്നത്. വില്ലേജേഴ്സ് ബിലീവ് റൂമേഴ്സ് ക്വിക്ക്ലി. അവിടുത്തെ ഗ്രാമതന്തികളെ എന്ത് റൂമേഴ്സ് കേട്ടാലും അത് വളരെ പെട്ടെന്ന് വിശ്വസിക്കും. മേയർ, ഹെഡ് ഓഫ് വില്ലേജ്, റെപ്രസെന്റ്സ് അതോറിറ്റി. ഗ്രാമത്തിന്റെ തലവനാണ്, ഗ്രാമത്തിന്റെ ഭരണം ഉള്ള വ്യക്തിയാണ് മേയർ എന്ന് പറയുന്നത്. കൂടാതെ അവിടുത്തെ അധികാരത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ് ആൾ ചെയ്യുന്നത്. ക്രയർ, വാർത്തകളൊക്കെ അനൗൺസ് ചെയ്ത് ബാക്കിയുള്ളവരെ അറിയിക്കുന്ന റോളാണ് ക്രയറിൻ്റെത്. ജെൻഡാർമേ, ക്രമസമാധാനം പരിപാലിക്കുന്ന ഒരു പോലീസ് റോളാണ് ജെൻഡാർമേ. ഇവരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. പ്ലോട്ട് സമ്മറി. കഥയുടെ ഒരു ചുരുക്ക രൂപമാണ്. ഓഷക്കോം പിക്സ് അപ്പ് എ പീസ് ഓഫ് സ്ട്രിംഗ്. ഓഷക്കോം ഒരു ചെറിയ കഷ്ണം ചരടെടുക്കുന്നു. അത് കണ്ട മലാൻഡെയിൻ അയാളെ പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ കുറ്റപ്പെടുത്തുന്നു. ഈ തെളിവില്ലാത്ത ആരോപണം ഒരു തെളിവുമില്ലാതെ തന്നെ ഗ്രാമവാസികളെല്ലാം വിശ്വസിക്കുന്നു. ഓഷക്കോം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. അവസാനം തന്റെ പേര് ക്ലിയർ ആക്കാൻ കഴിയാതെ, ആ പേരിൽ വീണ കളങ്കം മായ്ക്കാൻ കഴിയാതെ അയാൾ മരണപ്പെടുന്നു. വളരെ ദുഃഖിതനായിട്ടാണ് അയാൾ മരണപ്പെടുന്നത്. കഥയുടെ തീം തെറ്റായ ആരോപണവും തെറ്റിദ്ധാരണയും, അതുപോലെ തന്നെ ബഹുമാനവും വ്യക്തിഗത സമഗ്രതയും, ഡേഞ്ചർ ഓഫ് റൂമേഴ്സ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ, കിംവദന്തികളുടെയും പൊതുജനാഭിപ്രായത്തിന്റെയും അപകടം. തെളിവൊന്നുമില്ലാതെ ഒരാൾ പറയുന്ന കാര്യം ബാക്കിയുള്ളവർ അതുപോലെ വിശ്വസിക്കുകയാണ്. മറുപുറത്ത് കുറ്റാരോപിതനായ വ്യക്തി ഒരു നിരപരാധിയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ എല്ലാവരും കൂടി അയാളെ ഒരു അപരാധി, ഒരു കുറ്റവാളിയാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. കഥയുടെ മോറൽ അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യം വിധിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും വസ്തുതകൾ പരിശോധിച്ചു നോക്കുക. ഓൾവേസ് വെരിഫൈ ഫാക്ട്സ് ബിഫോർ ജഡ്ജിങ്. മെയിൻറ്റെയിനിങ് ഓണസ്റ്റി ആൻഡ് ഡിഗ്നിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. സത്യസന്ധതയും അന്തസ്സും നിലനിർത്തുന്നതും പ്രധാനമാണ്.